ബീച്ചുകൾ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. തൃശ്ശൂരിലെ മനോഹരമായ 5 ബീച്ചുകൾ കാണാനാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഗുരുവായൂരിൽ നിന്നും ഏകദേശം 5 കിലോമീറ്റർ ദൂരം മാത്രമാണ് ചാവക്കാട് ബീച്ചിലേക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഗുരുവായൂർ വരുന്നവർക്ക് ഇതൊരു മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണ്. അത്യാവശ്യം വലിയൊരു സ്പേസ് തന്നെ പാർക്കിങ്ങിനായിട്ട് ഇവിടെയുണ്ട്. കൂടാതെ വാക്കിങ്ങിനും ജോഗിങ്ങിനും ഒക്കെ പറ്റിയൊരു ഫുട് പാത്തും കാണാം. തൃശ്ശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റീസ് ഉള്ള ഒരു ബീച്ച് കൂടിയാണിത്. കാരണം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്, കയാക്കിങ്, ജെറ്റ് സ്കീ, ഹോഴ്സ് റൈഡ്, സ്പീഡ് ബോട്ട് എന്നു വേണ്ട എല്ലാതരം ആക്ടിവിറ്റീസുകളും കൂടാതെ ഫുഡ് കോർട്ടുകളും ഇവിടെയുണ്ട്. ഇവിടുത്തെ ചിൽഡ്രൻസ് പാർക്കാണ് ഈ കാണുന്നത്. ഈവനിങ്ങിലാണ് സത്യത്തിൽ ഇവിടെ ആക്ടിവിറ്റീസുകളൊക്കെ തുടങ്ങുന്നത്. നമ്മൾ വന്നത് രാവിലെ ആയതുകൊണ്ട് തന്നെ ആളുകളും കടകളും ഒക്കെ വളരെ കുറവാണ്. മാത്രമല്ല എല്ലാതരം ആക്ടിവിറ്റീസുകളും ഈവനിങ്ങിലാണ് ഓപ്പൺ ആവുന്നത് തന്നെ. ഈ ഒരു ബീച്ചിന്റെ സൈഡിലായി ഫോട്ടോഷൂട്ടിന് പറ്റിയൊരു സ്പേസ് കൂടിയുണ്ട്. കടൽ തീരത്ത് മാത്രം വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കുകൾ എത്രമാത്രം എന്ന് തെളിയിക്കുന്ന ഒരു ആർട്ടാണിത്. സംഭവം നല്ലൊരു ആർട്ടാണെങ്കിലും അതിനുള്ളിലുള്ള പ്ലാസ്റ്റിക് ബോട്ടിലുകൾ എത്രമാത്രം ഉണ്ടെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. തൃശ്ശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ കടപ്പുറമാണ് ഈ ചാവക്കാട്. ടൂറിസം മാത്രമല്ല, മത്സ്യബന്ധനവും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഫ്രഷ് മീനുകളും അതിൻ്റെ ലേലവും ഒക്കെ ഇവിടെ വന്നാൽ കാണാനും വാങ്ങാനും ഒക്കെ കഴിയും. ഓവറോളായി പറഞ്ഞാൽ തൃശ്ശൂരിൽ വന്നാൽ കണ്ടിരിക്കേണ്ട ഒരു പെർഫെക്റ്റ് ബീച്ചാണ് നമ്മുടെ ഈ ചാവക്കാട്. അങ്ങനെ ഇവിടുത്തെ മോർണിംഗ് കാഴ്ചകളൊക്കെ കണ്ട് നെക്സ്റ്റ് നമ്മൾ പോകുന്നത് നാട്ടിക ബീച്ചിലേക്കാണ്. ഇതിനിടയിൽ തമ്പാൻകടവും സ്നേഹതീരവും ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അത് ഈവനിങ്ങിൽ കാണുന്നതാണ് കുറച്ചുകൂടി ഭംഗി. അത് നമ്മൾ ഈ ട്രിപ്പിൻ്റെ ലാസ്റ്റിലേക്ക് വെച്ചിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ റൂട്ടാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് തന്നെ. ചുമ്മാ ഇരിക്കുമ്പോൾ ബൈക്കൊക്കെ എടുത്തൊന്ന് വിട്ടാലോ എന്ന് ചിന്തിക്കുന്നവർക്ക് പറ്റിയ ഒരു ബീച്ച് റൂട്ടാണിത്. ഏകദേശം ഒരു 50-55 കിലോമീറ്ററോളം നീളമുള്ള ഒരു തീരപ്രദേശം റോഡാണിത്. കേരളത്തിൽ ഇത്രയധികം നീളമുള്ള മറ്റൊരു ബീച്ച് റോഡ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതാണ് നാട്ടിക ബീച്ച്. വെറുമൊരു ബീച്ച് എന്നതിനേക്കാൾ ഉപരി ഇവിടുത്തെ ഓരോ മണത്തരിക്കും പറയാൻ ഒരു കഥയുണ്ട്. സത്യനെ ഷീലയും മധുവുമൊക്കെ അനശ്വരമാക്കിയ ചെമ്മീൻ സിനിമയുടെ ലൊക്കേഷൻ എന്ന നിലയിലാണ് നാട്ടിക പ്രശസ്തമായത്. കാലം ഒരുപാട് മാറിയിട്ടും നാട്ടികയുടെ തനിമ ഇന്ന് ഇവിടെ തന്നെയുണ്ട്. വൈകുന്നേരങ്ങളിൽ ഈ കടൽ തീരത്തിലൂടെയുള്ള നടത്തം തരുന്നൊരു പോസിറ്റീവ് എനർജി അത് അനുഭവിച്ചു തന്നെ അറിയണം. തിരക്കുകളില്ലാതെ അനാവശ്യ ബഹളങ്ങളൊന്നുമില്ലാതെ ഒരു സ്വസ്ഥമായ ബീച്ച് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. സിനിമ ഷൂട്ടിങ്ങിനായി നിർമ്മിച്ച സെറ്റുകൾ പലതും കാലം മായിച്ചെങ്കിലും ഇവിടുത്തെ കാറ്റിന് പോലും ഇന്നും ആ പ്രണയത്തിന്റെ ഗന്ധമുണ്ട്. മധുരം നുള്ളി തരൂ. നാട്ടികയിൽ നിന്നും 8 മിനിറ്റ് യാത്ര ചെയ്താൽ വലപ്പാട് ബീച്ചിലേക്ക് എത്താം. അപ്പോൾ ഇതാണ് വലപ്പാട് ബീച്ച്. നമ്മുടെ ലിസ്റ്റിൽ പെട്ട ബീച്ചൊന്നുമല്ല, എന്നിരുന്നാലും ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ്. മുന്നേ കണ്ട നാട്ടിക ബീച്ച് പോലെ തന്നെ ആളും ആരവും ഒക്കെ കുറഞ്ഞൊരു ബീച്ചാണിത്.
മറ്റൊരു സൈഡിൽ മത്സ്യത്തൊഴിലാളികൾ മീൻ പിടിക്കാനുള്ള വലയൊക്കെ റെഡിയാക്കുന്നത് കാണാം. ഇവിടെ നിന്ന് നമ്മൾ നേരെ അഴീക്കോട് മുനക്കൽ ബീച്ചിലേക്കാണ് പോകുന്നത്. അതിനിടയിൽ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയ ഒരു സ്ഥലമാണിത്. ചമക്കാലയിലുള്ള ശ്രീകൃഷ്ണ ഹോട്ടൽ. വീട്ടിലെ ഊണെന്ന ബോർഡ് കണ്ടിറങ്ങിയതാണ്. 60 രൂപയ്ക്ക് നല്ല അടിപൊളി ഊണാണ് കിട്ടിയത്. ഇവിടെ നിന്ന് ആരെങ്കിലും ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് എക്സ്പീരിയൻസ് കമന്റ് ചെയ്യണേ. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് അഴീക്കോട് മുനക്കൽ ബീച്ചിലേക്കാണ്. മുസ്രീസ് പദ്ധതിയുടെ കീഴിലാണ് ഈ ബീച്ചുള്ളത്. ചെന്ന് കയറുന്നത് തന്നെ നല്ല കാറ്റാടി മരങ്ങളുടെ ഇടയിലേക്കാണ്. അതുകൊണ്ട് തന്നെ നല്ല സുഖമുള്ള ഒരു കാറ്റ് ഇവിടെയുണ്ട്. ഈ മരങ്ങളുടെ നടുക്ക് തന്നെയായിട്ടാണ് കുട്ടികളുടെ പാർക്കുള്ളത്. ഒപ്പം നല്ല ഇരിപ്പിടങ്ങളും ഇതിന് ചുറ്റുമുണ്ട്. ഇതൊരു ഭിന്നശേഷി സൗഹൃദ ബീച്ച് കൂടിയാണ് കേട്ടോ. അതിനുവേണ്ടി 26 റാമ്പുകൾ കൂടി ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ഒരു പാർക്കിന്റെ സെന്റർ ഏരിയയിലായിട്ട് ഒരു ആനയുടെ ഫോട്ടോ ഫ്രെയിം ഒക്കെ ഉണ്ട്. ഇവിടുത്തെ ആംഫി തിയേറ്റർ ആണിത്. ഇനി നമുക്ക് ഇവിടുത്തെ ബീച്ചിലേക്ക് നടക്കാം. മറ്റു ബീച്ചുകളിൽ നിന്ന് മുനക്കൽ ബീച്ച് വ്യത്യസ്തമാകുന്നത് ഈ ചീനവലകൾ കൊണ്ടാണ്. നല്ല ഭംഗിയാണ് ഇതങ്ങ് നോക്കി നിൽക്കാൻ. അടുത്തായി തന്നെ ഹാർബർ ഉള്ളതുകൊണ്ട് ഒരുപാട് ബോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതും കാണാം. മീൻപിടുത്തമാണ് അടുത്തൊരു അട്രാക്ഷൻ. ചൂണ്ടക്കാരുടെ സ്ഥിര സ്പോട്ടാണ് ഈ ഒരു ഭാഗം. ഈവനിംഗ് ഒക്കെ വന്നാൽ അടിപൊളിയാണ് ഇവിടം. പുറത്തിറങ്ങിയാൽ പാർക്കിങ്ങിനോട് ചേർന്ന് നല്ല ഫുഡ് സ്പോട്ടുകളും ഉണ്ട്. നല്ല തേൻനെല്ലിക്കയൊക്കെ ഇവിടെ കിട്ടും. ഇവിടുത്തെ ബീച്ച് റോഡിലൂടെ കുറച്ച് കറങ്ങി നമ്മൾ നേരെ ഹാർബറിലേക്കാണ് പോകുന്നത്. അറബിക്കടലും പെരിയാറും സംഗമിക്കുന്ന അഴിമുഖത്തോട് ചേർന്നാണ് ഈ ഫിഷിംഗ് ഹാർബർ സ്ഥിതി ചെയ്യുന്നത്. രാവിലെയും വൈകിട്ടും ബോട്ടുകളുടെ തിരക്കും ലേലമൊക്കെ കാണാൻ നിരവധി ആളുകൾ ഇവിടെ വരാറുണ്ട്. എറണാകുളം വൈപ്പിൻ മണ്ഡലത്തെയും തൃശൂർ കയ്പമംഗലം ഭാഗത്തെയും ബന്ധിപ്പിക്കുന്ന പണി നടന്നുകൊണ്ടിരിക്കുന്ന അഴീക്കോട് മുനമ്പം ബ്രിഡ്ജാണിത്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇനി തിരിച്ച് തൃശൂർ ഭാഗത്തേക്ക് പോവാണ്. സ്നേഹതീരം, കപ്പിൾസിന്റെ ഇഷ്ട സ്പോട്ട്. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനായി വരുന്നത്. ഈ ഒരു ബീച്ചിന്റെ ഇടതുവശത്തായിട്ടുള്ള കിഡ്സിന്റെ പാർക്കാണിത്. ചെറിയൊരു ഫീ ഒക്കെ കൊടുത്ത് കുഞ്ഞുങ്ങളുമായി എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് സ്പേസ് ഇവിടെയുണ്ട്. തൃശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും വൃത്തിയുള്ളതും മനോഹരമായ ഒരു കടൽ തീരമാണിത്. സ്നേഹതീരത്ത് വന്നിട്ട് സൺസെറ്റ് കാണാതെ നമ്മൾ പോകരുത്. ആകാശത്തിന് ചുവപ്പും ഓറഞ്ചൊക്കെ നിറം പടരുന്ന ആ ഒരു കാഴ്ച വാക്കുകൾക്കപ്പുറമാണ്. മനസ്സിന് കുളിർമ കിട്ടാൻ ഈ ഒരു കാഴ്ച മാത്രം മതി. ഇവിടെ വരാൻ ബെസ്റ്റ് പെർഫെക്റ്റ് ടൈം എന്ന് പറയുന്നത് വൈകുന്നേരം 5 മണി മുതൽ 6:30 വരെയുള്ള സമയമാണ്.
ഇനിയിപ്പോൾ കടലൊക്കെ കണ്ടു കഴിഞ്ഞ് വിശക്കുമ്പോൾ കഴിക്കാൻ ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് സ്നേഹതീരത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്കിനി നൈറ്റ് ലൈഫൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ വന്നിരിക്കേണ്ട തൃശ്ശൂർ ജില്ലയിലെ മറ്റൊരിടമാണ് തമ്പാൻകടവിലെ ഓഹോ ബീച്ച്. സ്നേഹതീരത്ത് നിന്ന് ജസ്റ്റ് 1 കിലോമീറ്റർ മാത്രമേ ഇവിടേക്ക് ദൂരമുള്ളൂ. ഈവനിങ് തന്നെയാണ് ഇവിടുത്തെയും പെർഫെക്റ്റ് ടൈം. പ്രകൃതി സൗന്ദര്യ ആസ്വാദകർ വന്നിരിക്കേണ്ട മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണിത്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഏരിയ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഉള്ള ഈ ഒരു ഭാഗമാണ്. ഇവിടുത്തെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ മുമ്പ് ഇട്ടിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഒന്ന് ചെക്ക് ചെയ്യണേ. ഓഹോ ബീച്ച് ഇന്നത്തെ നമ്മുടെ ബീച്ച് ട്രിപ്പിന്റെ അവസാനത്തെ സ്പോട്ട്. തെങ്ങിൻതോട്ടമായി കിടന്നിരുന്ന ഈ ഒരു ഭാഗത്ത് ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സെറ്റപ്പ്. ഒരുപാട് ഫോട്ടോ സ്പേസിന് വേണ്ടിയിട്ട് ആർട്ട് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ക്രൗഡൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് തന്നെ കാമാണ് ഈ ഒരു ഏരിയയും ബീച്ചും എല്ലാം. സൺസെറ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞ് നൈറ്റ് ലൈഫൊക്കെ ആസ്വദിക്കാൻ നല്ലൊരു ഫുഡ് കോർട്ടും നൈറ്റ് ആംബിയൻസ് ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ തൃശ്ശൂരിലെ ഈ 5 ബീച്ചുകളുടെ എപ്പിസോഡ് ഇഷ്ടമായെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കണേ. വീണ്ടും മറ്റൊരു നല്ലൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം.